ഗുഡ് മോർണിംഗ് എവറിബഡി. എൻ്റെ പേര് ആൻഡ്രൂസ് എന്നാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതിൻ്റെ അനിവാര്യത, അതിൻ്റെ പ്രാധാന്യം, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. ഇതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോ നമ്മുടെ ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവണം. നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ആശ്രയിക്കാൻ പറ്റില്ല. പല രോഗങ്ങളും നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ആശ്രയിക്കേണ്ടി വരും. അവിടെയൊക്കെ സർവീസുകളുടെ ചാർജ് ഭയങ്കര ഉയർന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അവിടെയുള്ള സർവീസുകളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബില്ല് കിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ എളുപ്പമാണ്. ആ ബില്ല് കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണു തള്ളും. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ബോധോദയം ഉണ്ടാവുക, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ. വേറൊന്നുമല്ല, കാരണം എത്രയോ അഡ്വൈസർമാർ നമ്മളെ സമീപിച്ചിട്ടുണ്ടാവും, എത്രയോ പേരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടാവും, എത്രയോ പേരെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരൊന്നും നെഗ്ലക്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല, അവഗണിക്കേണ്ടിയിരുന്നില്ല എന്ന് അപ്പോൾ തോന്നും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതിയായിരുന്നു. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെങ്കിൽ ഈ ബില്ല് മുഴുവൻ അറ്റ്ലീസ്റ്റ് 70% കമ്പനികൾ പേ ചെയ്തേനെ. ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായത്? എന്താ കാരണം? നമ്മളിപ്പോൾ കാരണം തേടി തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളാണ് കാരണം. അതായത് മെഡിക്കൽ ഇൻഫ്ലേഷൻ. ഒരു സർവേ പ്രകാരം 14% മെഡിക്കൽ ഇൻഫ്ലേഷൻ കൂടി വരുന്നത്. അതിപ്പോൾ 14%. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ 20%, അതിൻ്റെ പിന്നത്തെ 5 കൊല്ലം കഴിയുമ്പോൾ 30%, അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് ചിലവർ പറയാറുണ്ട്, ഞാൻ ആ കമ്പനിയുടെ പോളിസി എടുത്തു, ഈ കമ്പനിയുടെ പോളിസി എടുത്തു, ആ കമ്പനിയുടെ പോളിസി പ്രീമിയം കുറവായിരുന്നു, മറ്റേ കമ്പനിയുടെ പോളിസി പ്രീമിയം വളരെ കൂടുതലാണ്, അത് കാരണോട് ഞാനത് എടുത്തില്ല. ഈ പ്രീമിയം കുറയുമ്പോൾ ആനുകൂല്യങ്ങൾ കുറയും, പ്രീമിയം കൂടുമ്പോൾ ആനുകൂല്യങ്ങൾ കൂടും. ആനുകൂല്യങ്ങൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും കൂടും. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ആരുടെ ആനുകൂല്യങ്ങളാണ് കൂടുതൽ നല്ലത്, ആരാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണത്, ആരുടെ സർവീസസാണ് കൂടുതൽ നല്ലത്, ആരാണ് കൂടുതൽ സർവീസ് കൊടുക്കണത്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എന്താണ് പറയണതെന്നുള്ളത് കേൾക്കാൻ തയ്യാറാവണം കസ്റ്റമർ. അപ്പോൾ ഏത് കമ്പനിയുടെ നല്ല സർവീസാണോ, ഏത് കമ്പനിയിലാണോ സർവീസ് നല്ലത്, ഏത് കമ്പനിയുടെ ആനുകൂല്യങ്ങളാണോ കൂടുതൽ, അതാണല്ലോ എടുക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ വിലയും അതിൻ്റെ ക്വാളിറ്റിയും കൂടി നോക്കില്ലേ, ആ മാതിരി. ഞാൻ ഭയങ്കര ഹെൽത്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എന്ന് ധരിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദർ ഈസ് വൺ ട്രൂത്ത്, നോബഡി ഈസ് ബിയോണ്ട് ദ ഗ്രിപ്പ് ഓഫ് ടൈം. കാലത്തിൻ്റെ പിടിയിൽ ഒതുങ്ങാത്ത ആരുമില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സമയത്ത് പോളിസി എടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. ഞാൻ പല ഇൻഷുറൻസ് കമ്പനികളുടെ അഡ്വൈസറാണ്. പല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാവർക്കും ഒരേ കമ്പനിയുടെ പോളിസി കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് യോജിച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയിരിക്കില്ല വേറൊരു കക്ഷിക്ക്. അപ്പോൾ അത് വേറൊരു കമ്പനിയുടെ പോളിസി കൊടുക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് ഈ കസ്റ്റമറുടെ ശരിയായിട്ടുള്ള അവസ്ഥയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കസ്റ്റമറിനാണ് ഏത് കമ്പനിയുടെ പോളിസി യോജിക്കുക എന്നുള്ളത് തീരുമാനിക്കാനാണ് സാധിക്കും. അതിനനുസരിച്ച് ആ പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിചാരിച്ചാലും ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ മോഡേൺ ലൈഫിൽ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുതയാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഫിലോസഫി ഉണ്ടല്ലോ, അതിനെ അവഗണിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതിയിൽ ഹെൽത്ത് ഇൻഷുറൻസിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ്, ഇൻ മൈ ഒപ്പീനിയൻ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ് ഇൻ ലൈഫ് നൗ. എൻ്റെ കയ്യിൽ പല കമ്പനികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നെ എൻ്റെ വാട്സാപ്പിൽ കൂടി സമീപിക്കാം. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.